ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് തരം വെറൈറ്റി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത ചിക്കനാണിത്. നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം നേരെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 5 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ മുട്ട നോക്കിയിട്ട് ചേർത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നോക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ലൂസായി പോകരുത്. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് നമുക്കിത് കോട്ടിങ്ങായിട്ട് വേണ്ടത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് ബോൺലെസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ, ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മറ്റേ സൈഡും കൂടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കബാബാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മൊത്തത്തിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയും കൂടെ ഓൾമോസ്റ്റ് ഫിനിഷിങ് ആയിട്ടുണ്ട്. കുറേ ബാലൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കബാബാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. കുറേ വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ചേഞ്ചസും വരുത്താത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ വാർന്നെടുത്ത ചിക്കനാണ്. ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റെഡ് ചില്ലി പേസ്റ്റ്, നമ്മുടെ മുളക് അരച്ചത്, അത് ചേർത്ത് കൊടുക്കുക. ഞാനെപ്പോഴും കാശ്മീരി ചില്ലിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അധികം എരിവില്ലാത്ത മുളകാണ് യൂസ് ചെയ്യാറ്. മുളക് പൊടിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു തിക്ക് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക.
പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്ര മാത്രമേ വേണ്ടുള്ളൂ. ഇത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഷാലോ ഫ്രൈ ആണ് കേട്ടോ, ഡീപ്പ് ഫ്രൈ അല്ല. നമ്മൾ മീനൊക്കെ പൊരിക്കുന്നില്ല, ആ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഒരു സൈഡ് മൊരിയുമ്പോൾ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്